ഇത് കല്യാണമൊക്കെ അല്ലേ, ചെലവുണ്ടാ? പിന്നെ ഫുൾ ചെലവല്ലേ. നീ ഇത് കേറിയ വണ്ടി കംപ്ലൈന്റ്. ഹായ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മളിത് ഇന്ന് ചുമ്മാ നമ്മളെല്ലാരും കൂടെ ഷോപ്പിങ്ങിന് പോകണം. ഷോപ്പിംഗ് ഇന്നൊരു നമ്മുടെ ഒരു എൻഗേജ്മെന്റിന്റെ പരിപാടിയാണ്. ആണെന്നൊന്നും പറയുന്നില്ല. അപ്പൊ മിച്ചപ്പന് ഒരു മുന്തിരി കളറിലെ ഷർട്ട് എടുക്കണം. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തതാണ്. അയ്യോ എന്റെ മുടി ഞാൻ കട്ട് ചെയ്ത് കളർ ചെയ്ത് എങ്ങനെയുണ്ട്? മുടി റൈറ്റ് ആയിട്ടുണ്ട്, നൈസ് ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യ വരുത്തില്ലേ, അവരെ കണക്കുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴയിൽ ഒരു ക്രോസം ഇറങ്ങിയിട്ടുണ്ട്. അതിലെ ക്യാപ്റ്റൻ അക്ഷയ് കുമാർ. കുറെ നാളായി ഞങ്ങൾ ഒരുമിച്ച് പോകും. അത് രാത്രിയൊക്കെ പോകത്തുള്ളൂ. പക്ഷെ ഇതിപ്പോ രാവിലെ പോയിട്ട് കുറച്ച് നാളായി. ഓക്കെ, അപ്പൊ നമുക്ക് ആരും നോക്കുന്നില്ല. വെളച്ചില് എന്തോ സംഭവിക്കാൻ പോണെന്ന് അറിയത്തില്ല. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. സർപ്രൈസ് ആണ്. വിൽ അപ്ഡേറ്റ്സ്. എന്താ സർപ്രൈസ് എന്നൊക്കെ അതൊക്കെ ഉണ്ട്. എന്താ ഒന്നുമില്ല. അപ്പൊ ബൈ. നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. കം ഓൺ. നീ ഇത് കേറിയ വണ്ടി കംപ്ലൈന്റ്. ഓടിച്ചത് ഞാൻ ഓടിച്ചാ. ഇതിന്റെ മുടി നോക്കി. പക്ഷെ ചന്ദനം അതോട്ട് തരുന്നില്ല ചേട്ടാ. ഇതിലെ നീ ഇട്ടേക്കുന്നത്. ഇത് കല്യാണമൊക്കെ അല്ലേ, ചെലവുണ്ടാ? പിന്നെ ഫുൾ ചെലവല്ലേ. ഞങ്ങളൊക്കെ ആക്ച്വലി എറണാകുളത്തുനിന്ന് ഡ്രസ് എടുത്തായിരുന്നു. അപ്പൊ ഇവന് വരാൻ പറ്റിയില്ല. അത് കൊള്ളാടാ. ചെറുക്കന്മാരെ കിട്ടുന്നില്ലെന്ന് പറയാം. രണ്ടെണ്ണം നീ എന്തിനാ എനിക്ക് കിട്ടാതിരിക്കുന്നു? ഞാനെല്ലാട്ടും നടത്തിരിക്കാം. ആരെ വേണം? നീ ആരും വേണ്ടപ്പാ. കല്യാണത്തിന് ഷർട്ടാണ്. കിട്ടിയില്ലേ? ഇത് എനിക്ക് ഓൾറെഡി ഉണ്ടല്ലോ ഡ്രസ്. വിച്ചപ്പനല്ലേ? ഓ അത് ശരി. എന്താ നീ എന്ത് പറയാത്ത? വീടിക്കത്ത് പറയാൻ എന്തായിരുന്നു എന്ത് കാര്യം? എന്ത് കാര്യം പറയുന്നില്ല. പറയാൻ വേണ്ടി ഒന്നുമില്ല. എന്ത് പറയാനാ? നമുക്ക് സ്റ്റുഡിയോന്ന് ഡ്രസ്സ് കിട്ടിയില്ല. നമ്മള് വേറൊരു സ്പോട്ടിലോട്ട് പോവാണ്. ഇവരെവിടെയോ ഓണത്തിന് എന്തോ ഡ്രസ്സ് എടുത്ത കടയല്ലേ, അവിടെ ഒരു പെണ്ണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അക്ഷയ് കുമാർ ഓടി പോവാണ്. അയ്യോ ഇപ്പൊ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. വെച്ചപ്പോ അവിടെ അടിപൊളി പെണ്ണുണ്ടോ, നമുക്ക് അങ്ങോട്ടൊക്കെ പോവാന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അടുത്ത സ്ഥലം പിടിക്കാം. ഗൈസ്, അപ്പൊ നമ്മള് പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് പറയുന്ന കേൾക്കണം. നമുക്ക് 4 സൈഡും വീട് എടുക്കും കാറിന്റെ. ആരൊക്കെ തട്ടി ആരൊക്കെ പോയി. എന്റെ ദൈവം. നമ്മള് എന്തായാലും നീയാണ് നമ്മുടെ കണ്ണ് ഉറപ്പിച്ചത്. നമ്മൾ എടുക്കാൻ പോവാ. സാനിറ്റൈസർ എടുത്താ? സാനിറ്റൈസർ വെള്ളം മാത്രമേ ഉള്ളൂ ഞാൻ കുടിക്കാൻ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അമ്മ എനിക്ക് ഈ വെള്ളം കുടിക്കാനുള്ള കൊണ്ടെത്തുന്നതാ ഇത്. എടാ പച്ച വീട്ടിൽ ഈ സാനിറ്റൈസറിനെ കാട്ടി നല്ലത് മഞ്ഞൾ കലക്കി വെള്ളമോ? മഞ്ഞളല്ല, ഇതെന്റെ കസ്കസിന്റെ വെള്ളമാ. ഓക്കെ, ഞങ്ങള് വീട് എടുക്കാൻ പോവാണ്. കാറിന്റെ വീഡിയോ എടുക്കുന്നു ഗൈസ്. എടാ അപ്പുറത്തെ കാറിനെ കൂടെ എടുത്തോളാം, അവർക്ക് ഒരു സേഫ്റ്റി ആയിക്കോട്ടെ. അടിയിലൊക്കെ ഉള്ള ഓനെ മതി. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. ഡ്രസ്സ് ഓരോ കടകളിൽ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുക. ഇതുവരെ വിച്ചപ്പനെ പിടിച്ചു സാധനം കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. കിട്ടുന്നുണ്ട്. ഈ കളർ ഷർട്ട് കുറെ ഉണ്ട്, പക്ഷെ എല്ലാം പ്ലെയിൻ ആണ്. പ്ലെയിൻ കളർ അവന് ഓൾറെഡി ഉണ്ട്. അതിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ തന്നെ നോക്കി, ഇതും കിട്ടിയിട്ടില്ലെന്നാണ്. മുന്തിരി കളറാ, ഈദുവിന്റെ കളറാ. ഇത് ചെലവാണ് കേട്ടാ. മോനെ ചെലവാണ്, ഫുൾ ചെലവാണല്ലോ. അല്ലെങ്കിലും ഉറപ്പാണല്ലോ, ഉറപ്പാണ്. സാനിറ്റൈസർ മറന്നുപോയി. സോറി മേടിച്ചിട്ട് അവിടുന്ന് തന്നെ അതടിച്ച് പച്ച വീട്ടിൽ. സോറി, ഇതിന്റെ ഫാൻസ് വിടുന്നില്ല. എന്റെ കടയിൽ കയറിയ സമയത്ത് നീതു കിട്ടിയ വിച്ചവന് ഷർട്ട് എടുക്കാൻ വന്ന കേട്ടോ. അപ്പൊ ഷർട്ടിനെ കണ്ടിട്ടുണ്ട്, അറിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ അറിയാത്തവരുണ്ട്, ആലപ്പുഴയൊക്കെ പേരെന്ന് പറഞ്ഞു. എന്തായാലും വീഡിയോ എടുത്തു. എന്റെ പേര് കളക്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനമേ. ഞങ്ങൾ അവന് ഈ
കളർ തന്നെ വേണം. അവന്റെ കൊച്ചും സെയിം സാധനമാണ് ഇടുന്നത്. ഇത് ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ലാസ്റ്റ് ഇത് വെച്ചിട്ടുണ്ട്, ഇതൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവനെ വെയിറ്റ് ചെയ്തേക്കപ്പോഴത്തേക്കാണ് ചേട്ടൻ രണ്ടെന്നൊക്കെ പറഞ്ഞേ. ആക്ച്വലി ഇവന്റെ കൊച്ചു പറഞ്ഞ് മുന്തിരി കളറാന്ന് പറഞ്ഞു. ഞാൻ അവനാണ് ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് എല്ലാ കടയിലും ചോദിക്കുക. ലാസ്റ്റ് ഇപ്പൊ ഫോട്ടോ വന്നപ്പോ വാടാമല്ലി കളറായിരുന്നു. ഞങ്ങൾ കുറെ കടയിൽ കയറിയത്. ഈ കാണുന്ന കട മൊത്തം കയറിയത്. ഈ കാണുന്ന കടയിൽ ഇതുപോലെ വേറെ കുറെ കടയിലും ഒക്കെ കയറി മുന്തിരി കളർ തപ്പിക്കൊണ്ടിരിക്കുക. മുന്തിരി കളറല്ല, വാടാമല്ലയാണ്. എടാ നിങ്ങൾ ഡ്രസ് എടുക്കാൻ വേണ്ടി ഡ്രസ് എന്ത് ചെയ്യണം? മണി സൂര്യൻ അസ്തമിച്ചല്ലേ? നീ ഇത് സൂര്യൻ അസ്തമിച്ച ഡ്രസ് എന്ത് ചെയ്യും? ഉച്ചക്ക് ഇറങ്ങിയത് ഇപ്പൊ 5 മണിയായി. ഞാനവിടുത്തെ പെമ്പിള്ളാരാണ് സമയം എടുക്കുന്നതെന്ന് എല്ലാരും വന്നത്. വെറുതെ ഇത് ഞാനൊക്കെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ എടുക്കും. ഇത് ഉള്ള കട ഫുള്ളും ആലപ്പുഴ. പോലീസിനെ വിളിച്ച് സമയം കളഞ്ഞേ. കളർ ക്ലാഷ് ആയി. അവൾ അയച്ച കളറും ക്ലാഷ് ചെയ്യാൻ ആരില്ലാത്തോണ്ട് കുഴപ്പമില്ല. നമ്മള് സിംഗിൾ ആയതുകൊണ്ട് ഇഷ്ടമുള്ള അവർ ഒറ്റയ്ക്ക് നോക്കി എടുക്കും. സൂര്യൻ സൂചി ഞങ്ങൾ കയറി ഉച്ചയായിരുന്നു. നോക്കി ഇതിന്റെ അടുത്ത സബ്സ്ക്രൈബർ ഏതു കഴിഞ്ഞ പരിപാടിയൊക്കെ എന്റെ പൊന്നിടാതെ ഒന്നും പറയണ്ട. പരിപാടി എല്ലാം കഴിഞ്ഞ് ആലപ്പുഴ ഇനി കേറാത്ത കടയൊന്നുമില്ല. ഉച്ചയ്ക്ക് ഇറങ്ങിയതാ, വൈകിട്ട് തിരിക്കണം. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് ആകെ ടയേർഡായി. ഇനി വലിയ ക്ഷീണം, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പൊ ബൈ ബൈ.